ഗുഡ് മോർണിംഗ്. നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സുകൾ ആരംഭിക്കാം. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തെടുത്തു എന്ന് വിശ്വസിക്കുന്നു. സംശയമൊന്നും ആരും ചോദിച്ചില്ല. സംശയം ഇല്ലായിട്ടാണോ അത് മനസ്സിലാകാനായിട്ടാണോ അറിയില്ല. മടിയൊന്നും വിചാരിക്കരുത്, സംശയം ചോദിക്കണം. ഗ്രൂപ്പിൽ ചോദിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റായിട്ട് ചോദിച്ചാലും മതി. എന്തെങ്കിലും മോഡിഫിക്കേഷൻ ഇപ്പോൾ നിങ്ങൾക്ക് സ്പീഡ് കൂടുന്നുണ്ട്, അടുക്കളൻ്റെ സ്പീഡ് കൂടുന്നുണ്ട്, അതിന് ഫോളോ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും പറയാം. നമുക്ക് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ നമുക്കിന്ന് ഇന്നത്തെ സെക്ഷൻ തുടങ്ങാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അഡീഷനും സബ്ട്രാക്ഷനും ആയിരുന്നു അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷനാണ്. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. അപ്പോൾ നമുക്ക് എക്സസൈസ് എടുത്ത് തുടങ്ങാം. അപ്പോൾ എന്താണ് എക്സസൈസിൽ പറഞ്ഞിട്ടുള്ളത്? പ്രോബ്ലം ആണ് ചെയ്യാൻ പോകുന്നത്. പേജ് നമ്പർ 35 എൻ്റെ കയ്യിൽ ഇപ്പോൾ PDF ടെക്സ്റ്റ് ബുക്കാണ് ഉള്ളത്. അതിൽ പേജ് നമ്പർ 35 ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നോക്കാം. ഇൻ എ കമ്പനി ദ മാനേജേഴ്സ് സാലറി ഈസ് 5 times that of a peon. The manager gets 40,000 rupees a month. Then how much does a peon gets in a month? ഇതാണ് ചോദ്യം. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ മനസ്സിലായി പറഞ്ഞുതരാം. എന്താണ്, ഒരു കമ്പനിയിലെ മാനേജറുടെ സാലറി എന്ന് പറയുന്നത് അവിടുത്തെ പിയുടെ സാലറിനേക്കാളും 5 ഇരട്ടിയാണ്. പിയുടെ സാലറി എത്രയാണോ അതിൻ്റെ 5 ഇരട്ടിയാണ് ആ കമ്പനിയിലെ മാനേജറുടെ സാലറി. പിന്നെ എന്താ തന്നിട്ടുള്ളത്? മാനേജറുടെ സാലറി എത്രയാണ് തന്നിട്ടുണ്ട്? മാനേജറുടെ സാലറി 40,000 രൂപയാണ്. ഒരു മാസം 40,000 രൂപയാണ് മാനേജറുടെ സാലറി. അങ്ങനെയാണെങ്കിൽ ഒരു മാസം പിയൂണ് എത്ര രൂപ കിട്ടുമെന്നാണ് ചോദ്യം. അപ്പോൾ എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? പിയുടെ പൈസയാണ് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം? അത് പിയുടെ സാലറിയാണ് കണ്ടുപിടിക്കാനുള്ളത്. ആ കണ്ടുപിടിക്കാനുള്ളതിനെ നമുക്ക് എക്സ് ആക്കി എടുക്കാം. അപ്പോൾ എന്ത് നമുക്ക് ചെയ്യാം? പിയൂൺ സാലറി അല്ലേ, പിയൂൺ സാലറി എന്താക്കി എടുക്കാം? പിയുടെ ശമ്പളം നമ്മൾ എക്സ് ആക്കി എടുത്തു. പിയുടെ ശമ്പളം എക്സ് ആക്കി എടുക്കുക. പിന്നെ എന്താ, പിന്നെ ആരുടെ ശമ്പളം വന്നിട്ടുള്ളത്? മാനേജറുടെ കമ്പനി മാനേജറുടെ സാലറി കൂടി പറഞ്ഞിട്ടുണ്ട് അല്ലേ. മാനേജറുടെ സാലറി എത്രയാണ്? മാനേജർ സാലറി എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ പിയൂൺ സാലറി എക്സും മാനേജർ സാലറി എന്താണെന്നുള്ളത്? പിയൂണിന്റെ സാലറി എത്രയാണോ അതിന്റെ 5 times 5 ഇരട്ടിയാണ് മാനേജറുടെ സാലറി എന്നാണ് പറയുന്നത് അല്ലേ. അപ്പൊ പിയൂണിന്റെ സാലറി എക്സ് ആണെങ്കിൽ ഇപ്പൊ മാനേജറുടെ സാലറി എത്ര വരും? 5 ഇരട്ടി, 5 times. അപ്പൊ എന്ത് ചെയ്യണം നമുക്ക്? 5 into x ആയിരിക്കുമല്ലോ. പിയൂണിന്റെ സാലറി എക്സ് ആണെന്നുണ്ടെങ്കിൽ മാനേജറുടെ സാലറി 5x. കാരണം എന്താ, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് പിയൂണിന്റെ സാലറിനേക്കാളും 5 മടങ്ങ് കൂടുതലാണ് മാനേജറുടെ സാലറി എന്ന്. അപ്പൊ പിയൂണിന്റെ സാലറി എക്സ് ആണെന്നുണ്ടെങ്കിൽ മാനേജർ സാലറി 5x. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതി. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? മാനേജറുടെ സാലറി എത്രയാണെന്നും കൂടി തന്നിട്ടുണ്ടല്ലേ. എത്രയാണ് മാനേജർ സാലറി? 40,000 per month, 40,000 രൂപ മാസം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ നമ്മൾ മാനേജറുടെ സാലറി 5x എഴുതി. ഈ 5x എന്താണ്? 40,000 ആണ്. കാരണം എന്താ, മാനേജർക്ക് ഒരു മാസം കിട്ടുന്ന ശമ്പളം 40,000 ആണ്. പിയുടെ ശമ്പളമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് 5x ആണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എങ്ങനെ എഴുതാം? 5x ഈക്വൽ ടു 40,000 എഴുതാം. കാരണം എന്താ, മാനേജറുടെ സാലറി 5x ആണെന്ന് പറയാം, മാനേജറുടെ സാലറി 40,000 ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. രണ്ട് മാനേജറുടെ സാലറി തന്നെയല്ലേ, അപ്പോൾ രണ്ടും ഈക്വൽ ആവണമല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ എന്ത് കണ്ടുപിടിക്കാം? ഇതിൽ നിന്ന് നമുക്ക് പിയുടെ സാലറി കണ്ടുപിടിക്കാം. അതുകൊണ്ടാണ് 5x ഈക്വൽ ടു 40,000 എഴുതിയത്. നമുക്ക് എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ആയിക്കോട്ടെ, 5 into x ആണല്ലേ. 5 into x ഈക്വൽ ടു 40,000. ഇങ്ങനെയാണ് നമ്മൾ എഴുതിയത്. ഇവിടെ നോക്കാം, എവിടെയും നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു എക്സിൻ്റെ കൂടെ പ്ലസ്സോ മൈനസോ ആണെന്നുണ്ടെങ്കിൽ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് മാറും. പ്ലസ് ആണെന്നുണ്ടെങ്കിൽ മൈനസോ, മൈനസ് ആണെന്നുണ്ടെങ്കിൽ പ്ലസ്സോ. ഇവിടെ എന്താണ് കേസ്? മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ആണ് അല്ലേ. അപ്പോൾ നോക്കാം, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. 5 into x ഈക്വൽ ടു 40,000. നമുക്ക് എക്സ് മാത്രം മതി, അതുകൊണ്ട് എക്സിനെ ഇവിടെ നിർത്താം. എന്ത് ചെയ്യുക? ഈ 5നെ നമുക്ക് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. 5 എന്ത് 5 ആണ്? ഇൻറ്റു 5 ആണല്ലോ. മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് ഡിവിഷനായി മാറും. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആവും, ഡിവിഷൻ ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പം അത് ഓർത്ത് വയ്ക്കാം. മൾട്ടിപ്ലിക്കേഷൻ
ഈക്വൽ ടുവിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷൻ ആയിട്ട് മാറും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 40,000 ഡിവൈഡഡ് ബൈ 5. കാരണം എന്താ, ഈ 5നെ നമ്മൾ ഈക്വൽ ടുവിന്റെ അപ്പുറത്തേക്ക് ഇട്ടു. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനായി മാറി. ഈ 40,000 ഡിവൈഡ് ബൈ 5 എങ്ങനെ ചെയ്യാം? നമുക്ക് 40,000 ഡിവൈഡ് ബൈ 5 എത്രയാണ്? 5 ഇൻറ്റു എത്രയാണ്? 40. 5 8s are 40 അല്ലേ? 5 8s are 40. റിമൈനിങ് സീറോസ് നമുക്ക് മുകളിലേക്ക് എഴുതാം. അപ്പൊ നമുക്ക് എക്സിന്റെ വില എത്ര കിട്ടി? 8,000. അപ്പൊ ആ കമ്പനിയിലെ പിയുടെ സാലറി എത്രയാണ്? 8,000 ആണ് ആ കമ്പനിയിലെ പിയുടെ സാലറി. ഒന്നിനെ ഞാൻ പറഞ്ഞു തരാം. നമുക്ക് തന്നിട്ടുള്ളത് ഒരു കമ്പനിയിലെ മാനേജറുടെ സാലറി എന്ന് പറയുന്നത് പിയുടെ സാലറിയുടെ 5 ഇരട്ടിയാണ് തന്നിട്ടുള്ളത്. മാനേജറുടെ സാലറി പിയുടെ സാലറിനേക്കാളും 5 ഇരട്ടിയാണ്. 5 ടൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴൊക്കെ ടൈംസ് വന്നു കഴിഞ്ഞാൽ അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. 5 ടൈംസ് ദാറ്റ് ഓഫ് മാനേജർ എന്നാണ് പറഞ്ഞിരുന്നത്. 5 ടൈംസ് ദാറ്റ് ഓഫ് പി യു എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കാന്ന് അങ്ങനെ. പിന്നെ മാനേജറുടെ സാലറി 40,000 പെർ മന്ത് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു മാസം 40,000 രൂപയാണ് മാനേജർക്ക് കിട്ടുന്നതെന്ന് ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പി യുടെ സാലറിയാണ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പൊ ഇപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇവിടെ പി യുടെ സാലറി അല്ല കണ്ടുപിടിക്കാനല്ലേ, അതുകൊണ്ട് തന്നെ പി യുടെ സാലറി നമ്മൾ എക്സ് ആക്കി എടുത്തു. പിന്നെ എന്ത് നമുക്കറിയാം? പിന്നെ മാനേജറുടെ സാലറിയും കൂടി അറിയാം അല്ലേ. മാനേജറുടെ സാലറി എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? പി യുടെ സാലറിയുടെ 5 ടൈംസ് ആണ് മാനേജറുടെ സാലറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പി യുടെ സാലറി എക്സ് ആണെന്നുണ്ടെങ്കിൽ മാനേജറുടെ സാലറി എത്ര വരും? 5 ഇൻറ്റു എക്സ്. 5 ടൈംസ് എന്ന് പറയുന്നത് ഇൻറ്റു 5 ഇൻറ്റു എക്സ്. പിന്നെ എന്താ അറിയാം? ഈ 5x എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ഈ 5x എന്ന് പറയുന്നത് 40,000 ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 5x ഈക്വൽ ടു 40,000 എന്ന് എഴുതാം. നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. എക്സ് ഈക്വൽ ടു കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് വന്നത് അല്ലേ. 5 ഇൻറ്റു എക്സ് ഈക്വൽ ടു 40,000. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ഈക്വൽ ടുവിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷനായി മാറും. അതാണ് എക്സ് ഈക്വൽ ടു 40,000. ഈ മൾട്ടിപ്ലിക്കേഷൻ 5 ഈക്വൽ ടുവിന്റെ അപ്പുറത്തേക്ക് ഡിവിഷൻ 5 ആയിട്ട് മാറി. 40,000 ഡിവൈഡഡ് ബൈ 5. അപ്പൊ എന്ത് കിട്ടി? ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് 8,000 എന്ന് കിട്ടും. അപ്പൊ പി യുടെ സാലറി എത്രയാണ്? 8,000 ആണ് ആ കമ്പനിയിലെ പി യുടെ സാലറി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രോബ്ലത്തിലേക്ക് പോവാം. രണ്ടാമത്തെ പ്രോബ്ലം എന്താണ് പറയുന്നത് നോക്കി. The travelers of a picnic split equally the 5,200 rupees spent. Each gave 1,300 rupees. How many travelers were there? എന്താണ്? ഒരു ട്രാവലർ കുറച്ച് പേര് കൂടി ഒരു പിക്നിക്കിന് പോയി. അവർക്ക് മൊത്തം ചെലവായ പൈസ എത്രയാണ്? 5,200 ആണ് മൊത്തം ചെലവായ പൈസ. ഈ ചെലവായ പൈസ ഇവരെല്ലാവരും കൂടി ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യാൻ എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വന്നപ്പോൾ ഒരാൾക്ക് 1,300 രൂപ ഒരാൾക്കായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര പേര് കൂടിയായിരിക്കും ടൂറിന് അല്ലെങ്കിൽ ജേണിക്ക് പോയെന്നാണ് ചോദ്യം. എങ്ങനെ പറയാം? ഒരു ടീം, ഒരു ട്രാവലേഴ്സ് കൂടി എത്രയോ പേരെയാണ് കണ്ടുപിടിക്കാനുള്ള കുറച്ച് ആൾക്കാർ കൂടി എന്ത് പോയി? ഒരു പിക്നിക്കിന് പോയി. പിക്നിക്കിന് പോയപ്പോഴുള്ള മൊത്തം ചെലവായ പൈസ എത്രയാണ്? 5,200 ആണ് മൊത്തം ചെലവായ പൈസ. ഈ ചെലവായ പൈസ മൊത്തം അവരെന്ത് ചെയ്തു? ഈക്വൽ ആയിട്ട് എടുക്കാൻ തീരുമാനിച്ചു. ഈക്വൽ ആയിട്ട് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കുക? അവർക്ക് എത്ര കിട്ടി? ഒരാൾക്ക് എത്ര വീതം വേണ്ടിവന്നു? ഒരാൾക്ക് 1,300 രൂപ വീതം കൊടുക്കേണ്ടി വന്നു. അപ്പൊ എങ്ങനെയാണെങ്കിൽ എത്ര ആൾക്കാർ ജേണിക്ക് പോയിട്ടുണ്ടാവും, ഈ ട്രിപ്പിന് പോയിട്ടുണ്ടാവും എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് നോക്കാം എന്താ ചെയ്യാ. എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? ഹൗ മെനി ട്രാവലേഴ്സ് ആർ ദെയർ അല്ലേ. ട്രാവലുകളുടെ എണ്ണാണ്, ട്രാവലേഴ്സിന്റെ എണ്ണാണ് കണ്ടുപിടിക്കാനുള്ളത്. നമുക്ക് എന്താണ് മണി എത്രയാണ്? മണി സ്പെൻഡ് അല്ലേ, ടോട്ടൽ മണി. ₹5,200 ആണ് മൊത്തം ചെലവായ പൈസ. ഈച്ച് വൺ ഷെയർ അല്ലേ. ഒരാളുടെ ഷെയർ എത്രയാണ്? 1 ഷെയർ. ഒരാളുടെ ഷെയർ എത്രയായിരുന്നു? 1,300. നമ്പർ ഓഫ് ട്രാവലേഴ്സ്. അതല്ലേ ചോദ്യം. എത്ര പേരാണ് ജേണിക്ക് പോയെന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? ഈ ടോട്ടൽ മണിയിൽ നിന്ന് ടോട്ടൽ മണി ഡിവൈഡഡ് ബൈ ഈച്ച് വൺ ഷെയർ. ടോട്ടൽ മണി ഡിവൈഡഡ് ബൈ ഡിവിഷൻ 1 ഷെയർ.
എന്താണ് മൊത്തം ചെലവായ പൈസ ഡിവൈഡഡ് ബൈ ഒരാളുടെ ഷെയർ. അപ്പം എന്ത് വരും? 5200 ഡിവൈഡ് ബൈ 1300 ഡിവിഷനാണ് ചെയ്യേണ്ടത്. അപ്പം നോക്കേ, അടിയിലെ മുഴുവൻ സെയിം നമ്പർ ഓഫ് സീറോസ് ആണല്ലോ അല്ലേ? നമുക്ക് സീറോസ് വെട്ടിയത് ഈ 0 0 0 ഈ 0 0 സീറോസ് ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി എന്തുണ്ട്? 52 ഡിവൈഡ് ബൈ 13. 52 ഡിവൈഡ് ബൈ 13 എത്രയാണ്? 13 into 4 എന്ത് വരും? 5 52. എത്ര ട്രാവലേഴ്സ് കൂടിയാണ് ജേണിക്ക് പോയത്? 4 ട്രാവലേഴ്സ് കൂടിയാണ് ജേണിക്ക് പോയത്. അപ്പൊ എന്താണ് മൊത്തം ചെലവായ പൈസ 5200, ഒരാളുടെ ഷെയർ 1300. ദെൻ ഹൗ മെനി ട്രാവലേഴ്സ് വേർ ദേർ എന്നാണ് ചോദ്യം. എത്ര ട്രാവലേഴ്സ് ഉണ്ടായിരുന്നു? എന്ത് ചെയ്താൽ മതി? അങ്ങനെ വരുമ്പോൾ ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യാം. മൊത്തം നമുക്ക് ചെലവായ പൈസ ഡിവൈഡ് ബൈ ഒരാൾക്ക് കിട്ടിയ പൈസ. അപ്പൊ ആ ക്വസ്റ്റ്യൻ മനസ്സിലായി. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എ നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 12 gives 756. Then what is the number? A number multiplied by 12 gives 756. Then what is the number? അല്ലേ, ഒരു നമ്പർ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് 756 ഉത്തരം കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ എത്രയാണ് ചോദ്യം. തേർഡ് വൺ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാനുള്ള നമ്പർ അല്ലേ. അപ്പൊ നമ്പർ ഈക്വൽ ടു എന്ത് ചെയ്താം? നമ്പർ ഈക്വൽ ടു എക്സ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഈ നമ്പർ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പൊ ഇനി എഴുതാം എക്സ് ഇൻറ്റു 12. എത്ര കിട്ടി? ഈ നമ്പർ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഉത്തരം കിട്ടും? 756 കിട്ടും എന്നാണ് ടെക്സ്റ്റിൽ പറഞ്ഞത്. 756. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ നമ്പർ എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കണ്ടുപിടിക്കാൻ സാധനം എന്താണ്? എക്സ്. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? കണ്ടുപിടിക്കാനുള്ളത് സൈഡിൽ നിർത്താം അല്ലേ. എക്സ് ഇവിടെ നിർത്തി നമുക്ക് എന്ത് കൊണ്ടുപോവാം? ഈ 12നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം അല്ലേ. ഇവിടെ എന്ത് 12 ആണ്? ഡിവിഷൻ 12, മൾട്ടിപ്ലിക്കേഷൻ വിത്ത് 12 ആണ്. മൾട്ടിപ്ലിക്കേഷൻ വിത്ത് 12നെ നമ്മൾ ഈക്വലിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തായി മാറും? ഡിവിഷനായി മാറും. അപ്പൊ എങ്ങനെ എഴുതാം? 756 ഡിവൈഡ് ബൈ 12. ഇപ്പോൾ ഓർക്കുക, മൾട്ടിപ്ലിക്കേഷൻ ഈക്വലിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷനായിട്ട് മാറും. ഡിവിഷൻ ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷനായിട്ട് മാറും. ഇപ്പോൾ ഓർത്ത് വയ്ക്കാം കേട്ടോ. പ്ലസ് ആൻഡ് മൈനസിന്റെ കാര്യം എന്നല്ല പറഞ്ഞു. പ്ലസ് ആണെന്നുണ്ടെങ്കിൽ ഈക്വലിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആയി മാറും. മൈനസ് ആണെന്നുണ്ടെങ്കിൽ ഈക്വലിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് ആയി മാറും. അപ്പൊ എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? 756 ഡിവൈഡ് ബൈ 12 ചെയ്യണം. 12 ഇൻറ്റു എത്രയാണ്? 75. 756 ഡിവൈഡ് ബൈ 12 നമുക്ക് ചെയ്യാം. ട്വൽവ് ഇൻറ്റു 6 72 അല്ലേ. 12 ഇൻറ്റു 6 72. റിമൈനിങ് എന്താണുള്ളത്? റിമൈനിങ് 36 3 36 0. എന്താണ് നമ്പർ? ഏത് നമ്പർ? എക്സ് എത്രയാണ്? 63. എക്സ് നമുക്ക് എത്ര തന്നിട്ട്? 63. ഒന്നുകൂടി പറയാൻ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഒരു നമ്പർ 12 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 756 കിട്ടും. എങ്കിൽ ആ നമ്പർ എത്രയാണ്? അപ്പൊ ആ നമ്പർ നമ്മൾ എക്സ് ആക്കി എടുത്തു. എക്സ് ഇൻറ്റു 12 ഈക്വൽ ടു 756. അപ്പോൾ എന്താണ്? എക്സ് ഇവിടെ ഈ സൈഡിൽ നിർത്തി 12നെ നമ്മൾ ഈക്വൽറ്റിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. ഈക്വൽറ്റിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു 12 ഡിവിഷൻ 12 ആയിട്ട് മാറി. അതാണ് എക്സ് ഈക്വൽ ടു 756 ഡിവൈഡ് ബൈ 12. എന്ത് ചെയ്തു? 756 ഡിവൈഡ് ബൈ 12 ചെയ്ത് നമുക്ക് എത്ര കിട്ടി? 63 എന്ന് ഉത്തരം കിട്ടി. അപ്പൊ എക്സിന്റെ വില എത്രയാണ്? 63. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നോക്കിയേ. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? എ നമ്പർ divided by 21 gives 756. Then what is the number? ഒരു നമ്പർ 21 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 756 ആണ്. എങ്കിൽ ആ നമ്പർ എത്ര? അപ്പൊ എന്ത് ചെയ്യാം? നമ്പർ ആണ് കണ്ടുപിടിക്കാനുള്ള. നമ്പർ ഈക്വൽ ടു എന്തെന്ന് എഴുതാം? നമ്പർ ഈക്വൽ ടു എക്സ്. എന്താണ്? ഈ നമ്പർ എത്രയും കൂടെ ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞത്? 12 കൊണ്ട് 21 ഡിവൈഡ് ചെയ്യണം അല്ലേ. ദിസ് നമ്പർ ഡിവൈഡ് ബൈ 21 എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്യാം? എക്സ് ഡിവൈഡഡ് ബൈ
21 gives ഇത്ര എത്രയാണ് തന്നിട്ടുള്ളത് 756. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഒരു നമ്പർ 21 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 756 കിട്ടും. അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? എക്സ് കണ്ടുപിടിക്കാൻ എക്സ് നിർത്താം. എക്സ് ഈക്വൽ ടു നോക്ക് ഇവിടെ നോക്കിയേ, ഡിവിഷൻ 21 ആണ് അല്ലേ. ഡിവിഷൻ 21 ഈക്വലിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി മാറും? ഇൻറ്റു ആയിട്ട് മാറും. ഹരണം ഈക്വലിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഗുണനമായിട്ട് മാറുകയാണ്. അപ്പൊ എന്താ? എക്സ് ഈക്വൽ ടു 756. ഈ 20 ഡിവിഷൻ 21 അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇൻറ്റു 21. മനസ്സിലായി വിചാരിക്കുന്നു. ഡിവിഷൻ ഇൻറ്റു ആയി മാറും. ഇൻറ്റു ആണെന്നുണ്ടെങ്കിൽ ഡിവിഷൻ ആയിട്ട് മാറും. അപ്പൊ എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ രണ്ട് നമ്പറും കൂടി ഇൻറ്റു ചെയ്യാം. അപ്പോൾ എന്താ ചെയ്യാം? 756 ഇൻറ്റു 21. 6 5 7 7 2 remainder 1 5 2s are 10 11 remainder 1 14 15 6 7 8 5 1 അല്ലേ. ഉത്തരം എത്രയാണ്? അപ്പം 1 5 8 7 6 15,876 ആണ് കിട്ടുന്ന ഉത്തരം. അപ്പൊ അങ്ങനെ പറയാം, ഒരു നമ്പർ 21 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 756 കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ നമ്പർ കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്താൽ നമ്പർ എക്സ് എന്നാക്കി എടുക്കാം. എക്സ് ഡിവൈഡ് ബൈ 21 ഗീവ്സ് 756 എഴുതി. ഇനി എക്സ് തന്നെ നിർത്തി ഈ ഡിവിഷൻ 21 ഈക്വൽ ടുവിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ 21 ആയിട്ട് മാറി. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു? ഈ രണ്ട് നമ്പർ കൂടി മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 15876 ഉത്തരം കിട്ടി. എക്സിന്റെ ഉത്തരം എന്താണ്? 15876. നമുക്ക് ഇങ്ങനത്തെ മോഡൽ രണ്ട് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ക്വസ്റ്റിന് ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ജസ്റ്റ് എഴുതാൻ എ നമ്പർ multiplied by 9 gives 108. A number multiplied by 9 gives 108. Then what is the number? അതാണ് ക്വസ്റ്റ്യൻ. ഒരു നമ്പർ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നത് 108 ആണ്. 108. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ നമ്പർ എത്രയെന്നാണ് ചോദ്യം. ഇത് അപ്പോൾ എന്ത് ചെയ്താം? ആ നമ്പർ നമുക്ക് എന്താക്കി എടുക്കാം? നമ്പർ നമുക്ക് എക്സ് ആക്കി എടുക്കാം. നമ്പർ ഈക്വൽ ടു എക്സ്. x multiplied by 9 gives 108. ഒരു നമ്പറിനെ 9 കൊണ്ട് എന്ത് ചെയ്ത മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 108 108. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ എക്സ് എത്രയെന്നാണ് ചോദ്യം. എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ് ഈക്വൽ ടു 108 എന്ത് വരും? നമുക്ക് 9 അപ്പുറത്തേക്ക് കൊണ്ടുപോകണം അല്ലേ. ഇത് ഇൻറ്റു 9 അല്ലേ. അപ്പൊ ഈ ഈക്വൽ ടുവിന്റെ അപ്പുറത്തേക്ക് പോയപ്പോൾ എന്ത് 9 മാറും? അത് ഡിവൈഡ് ബൈ 9. അപ്പൊ എക്സ് ഈക്വൽ ടു 108 ഡിവൈഡ് ബൈ 9. ഡിവൈഡ് ചെയ്ത് നോക്കൂ. 1 9 82 80. അപ്പൊ എത്രയാണ് നമ്പർ? 12 ഇൻറ്റു 9 ആണ് 108. ഏത് സംഖ്യ തന്നാലും ഏത് നമ്പർ തന്നാലും ഈ മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതി. കണ്ടുപിടിക്കാനുള്ളതിനെ നമ്മൾ എക്സ് ആക്കി എടുക്കുക, തന്നിട്ടുള്ളതിനെ ഇക്വേഷന്റെ രൂപത്തിൽ എഴുതുക. അത് മൾട്ടിപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈക്വലിന്റെ അപ്പുറത്തേക്ക് ഡിവിഷനായി മാറും. ഡിവിഷൻ ആണെന്നുണ്ടെങ്കിൽ ഈക്വലിന്റെ അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. ഏത് നമ്പർ വന്നാലും ഈ സെയിം സ്റ്റെപ്പ് തന്നെയാണ്. നമ്പേഴ്സിന് മാറ്റം വരുന്നുള്ളൂ. ചെയ്യേണ്ട സ്റ്റെപ്സ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാൻ പറഞ്ഞുതരാം ഈ മോഡൽ തന്നെ. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. എ നമ്പർ ഡിവൈഡഡ് ബൈ 12 gives 276. Then what is the number? A number divided by 12 gives 276. Then what is the number? ഒരു നമ്പർ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 276 ആണെന്നാണ് പറയുന്നത്. ആ നമ്പറിന് എന്താക്കി എടുക്കുക തന്നെ? നമ്പർ ഈക്വൽ ടു എക്സ്. എക്സ് divided by 12 gives 276. ഇതാണ് ചോദ്യം. A number divided by 12 gives 276. Then what is the number? അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാൻ? നമ്പർ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ് ഈക്വൽ ടു ഇവിടെ ഡിവിഷൻ ആണല്ലേ.
ഈ ഡിവിഷൻ അപ്പോഴത്തേക്കും എന്തായി മാറും, മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. അപ്പം എന്ത് ചെയ്ത് നമുക്ക് 276 ഇൻറ്റു 12 എത്രയും കിട്ടും? 276 into 12. 6 2s are 12, remainder 1, 14, 25, remainder 1, 5, 6, 7, 2. 2, 5, 6 are 11, remainder 1, 13, 3, remainder 1, 3. ഉത്തരത്തിനാണ് 3312. 3312 ആണ്. ആ നമ്പർ എക്സ് എന്ന് പറയുന്നത് 3312 ആണ്. അപ്പോൾ ഏത് നമ്പർ തന്നാലും നിങ്ങൾക്ക് ചെയ്യണമെന്ന് ഞാൻ മനസ്സിലായല്ലോ. ഇപ്പോൾ ഈ നമ്പറുകളല്ല, വേറെ ആ നമ്പർ മാറ്റി തന്നാലും ചെയ്യേണ്ട സ്റ്റെപ്സ് ഒക്കെ സെയിം ആണ്. മൾട്ടിപ്ലൈ ഡിവിഷൻ ഈ നമ്പറുകൾക്ക് മാത്രം വ്യത്യാസം വരുള്ളൂ. മൾട്ടിപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷൻ ആവും, ഡിവിഷൻ ആണെന്നുണ്ടെങ്കിൽ ഈക്വലിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. ഇത്രയും കാര്യങ്ങൾ മാത്രം ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഈ സെക്ഷൻ നമുക്ക് ഇതോട് തീരാണ്. അപ്പോൾ ഈ എക്സസൈസ് തീർന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ഇത്രയും ചെയ്ത് നിർത്താം. ഇനി ബാക്കി നമുക്ക് നാളെ തുടരാം. താങ്ക് യു.